കേരളപ്പിറവി പോസ്റ്റർ ചെയ്താലോ? അതും ക്രിയേറ്റീവായിട്ട് നമ്മുടെ ബ്രാൻഡ്, അതും ക്യാൻവ ഉപയോഗിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്ത് പഠിച്ച് നമുക്ക് ചെയ്താൽ വളരെ സന്തോഷമാകില്ലേ? നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്കതൊരു സ്പെഷ്യലാണ്, നമുക്കത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നമുക്ക് സന്തോഷമാണ്. അപ്പോൾ എങ്ങനെയാണ് ക്യാൻവ ഉപയോഗിച്ച് നമ്മൾ കേരളപ്പിറവി പോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ ക്യാൻവ ട്യൂട്ടോറിയൽ സീരീസ് ആണ് ഗ്രോഗ്രാഫ്സിൻ്റെ ഈ ചാനലിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അറ്റൻഡൻസ് കൃത്യമായിട്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു തമ്പനയിലാണെന്നുണ്ടെങ്കിൽ സാറേ അല്ലെങ്കിൽ ബ്രദറെ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് വീഡിയോയുടെ തമ്പനയിൽ എങ്ങനെ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യുക, അതിനൊരു ട്യൂട്ടോറിയൽ ഇടുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടും അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ആ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ തമ്പനയിലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ അടിയിൽ വരുന്ന കമൻറ്റൂടെ നമ്മൾ വീഡിയോ ആക്കാനായിട്ട് തയ്യാറായി. അപ്പം എന്തെങ്കിലുമൊക്കെ ചോദ്യം നോക്കാം, അല്ലെങ്കിൽ പുതിയ പുതിയ ഐഡിയാസോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് എങ്ങനെയാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതൊക്കെ, എങ്ങനെയാണ് ക്യാൻവയിലെ ടൂളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതൊക്കെയാണ് ഈ ദിവസങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രോഗ്രാഫ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ക്യാൻവ പ്രോ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വീഡിയോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വീഡിയോയും ഒരു പോസ്റ്ററും തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയായിട്ട് നമ്മൾ മുമ്പോട്ട് നോക്കുന്ന സമയത്ത് ക്യാൻവയിൽ നോക്കുമ്പോൾ ഇങ്ങനൊരു പോസ്റ്ററാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഈ ഒരു പോസ്റ്ററിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്ന 3-4 കാര്യങ്ങൾ പ്രത്യേകതയുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ ഒരു പേനയും പേപ്പറും എടുക്കുക. പേനയും പേപ്പറും എടുത്തതിന് ശേഷം കൃത്യമായിട്ട് നമ്മളുടെ രീതി എങ്ങനെയാണ് നമ്മളുടെ ഐഡിയ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാനായിട്ട് തയ്യാറാകുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സ്ക്വയർ പോസ്റ്ററാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യേണ്ടത്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാത്തിനും അഡാപ്റ്റീവായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് യൂസ്ഡ് ആകുന്ന ഒരു സൈസ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ അല്ലെങ്കിൽ 1080 x 1080 പിക്സൽ അല്ലെങ്കിൽ 1080 അല്ലെങ്കിൽ 5x5 അല്ലെങ്കിൽ 2x2 എല്ലാത്തിൻ്റെയും ഒരു സ്ക്വയർ ടൈപ്പ് ആണ് എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. നമുക്ക് എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ സൈസായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വേണ്ടിയത് 3-4 കാര്യങ്ങളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റർ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. ഇങ്ങനെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. ഈ ഇലമെൻറ്റ്സിൻ്റെ അകത്ത് കേരള എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. കേരള എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പോസ്റ്ററുകൾ വരും അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് 2 രീതി ചെയ്യാം. നമ്മളൊരു നല്ലൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇമേജ് വരും. ഇമേജ് വരുമ്പോൾ സെറ്റ് ആസ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പിക്ചർ ആക്കും. അപ്പോൾ നമുക്ക് കേരള റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് കേരള റിലേറ്റഡ് ഒരു പോസ്റ്ററാണ് നമ്മൾ ആദ്യം ചെയ്തത്. അപ്പോൾ അതിനൊരു ആദ്യമേ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? വേറെ നമുക്ക് 68ാമത്തെ കേരളപ്പിറവി ആശംസയാണെന്ന് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 69 ഇയർ ഏതാണോ അത് ചെയ്ത് കൃത്യമായിട്ട് നോക്കി അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എല്ലാവർക്കും നന്മയുടെ 68ാമത് കേരളപ്പിറവി ആശംസകൾ. അപ്പോൾ കേരളപ്പിറവി ആശംസകളൊക്കെ നമ്മൾ ചെയ്തേക്കുന്നത് ഈ ഒരു മേഖലയിലാണ് അല്ലേ? നമ്മൾ ആദ്യം ഫോട്ടോ ആഡ് ചെയ്തതിന് ശേഷം ഈ സൈഡിലായിട്ട് നമുക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ സാധനം ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാരഗ്രാഫ് ടെക്സ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം 68 അല്ലെങ്കിൽ 68 എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, 68 ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ അനേക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗൂഗിൾ മലയാളം ഫോണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇച്ചിരി ബോൾഡ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അനേകിൻ്റെ ബോൾഡ് ഫോണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. എന്നിട്ട് ഞാൻ ഇങ്ങനെ വലുതാക്കിയിട്ട് അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യും. ഇവിടെ ഒരു പോർഷൻ ഉണ്ട്, ഇവിടെ ഈ ഏരിയ എന്ന് പറയുന്ന സാധനമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് 68 എന്നുള്ള സാധനത്തിൻ്റെ അകത്ത് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 68ാമത്തെ സാധനമായി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു ഷാഡോ പോലെ എന്തൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പിക്ചറല്ല. അപ്പോൾ ഇച്ചിരി ഒന്ന് നമുക്ക് അതിൻ്റെ മേളിൽ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റുകൾക്കൊക്കെ ഇച്ചിരി ഒന്ന് ശക്തി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഈ എലമെൻസിൻ്റെ അകത്ത് ബ്ലാക്ക് ഷാഡോ എന്ന് ഞാൻ സെർച്ച് ചെയ്യുകയാണ്. ബ്ലാക്ക് ഷാഡോ. അപ്പം ബ്ലാക്ക് ഷാഡോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ ഷാഡോസ് അവൈലബിൾ ആയിട്ട് വരും. ബ്ലാക്ക് ഷാഡോ വരുമ്പോൾ ഇങ്ങനെ കുറേ ഷാഡോ. അതിൻ്റെ അകത്തുനിന്ന് ഒരു സൈഡ് ഫോട്ടോസ് അല്ല ഓൾ നോക്കണം. ഓൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ്. ഫോട്ടോസിൻ്റെ അകത്തല്ല, ഗ്രാഫിക്സിൻ്റെ അകത്ത് ഇതുണ്ട്. ഈ ഒരു സൈഡുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ
ഒരു മെർജ് ആയിട്ട് വരുന്ന സാധനം. അപ്പോൾ ഇതിനൊരു ഒപ്പോസിറ്റ് ഇച്ചിരി കൂടെ കുറയ്ക്കണം. ഈ ഒപ്പോസിറ്റ് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിലത്തെ ഇമേജ് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് ആ സാധനം. അപ്പോൾ ഇതിന് നമുക്കൊരു എഫക്റ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയ സാധനം എടുത്ത് നിൽക്കുന്ന രീതിയിലൊരു സാധനം കൂടെ നമുക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് വേണ്ടി 68 എന്നുള്ള സാധനം എഴുതി. ഇനി നമുക്ക് വേണ്ടിയത് എല്ലാവർക്കും നന്മ, അല്ലെങ്കിൽ എല്ലാവർക്കും നന്മയുടെ, ഏവർക്കും നന്മയുടെ എന്നുള്ള ഒരു മലയാളം ടെക്സ്റ്റ് വേണം. ആ മലയാളം ടെക്സ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ക്രോമിൽ പോവുക. ക്രോമിൽ പോയതിനു ശേഷം കുറ്റി പെൻസിൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കുറ്റി പെൻസിൽ. ഇവിടെ മലയാളം ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഞെക്കി കഴുത്തെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ തന്നെ നമുക്ക് മാറാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ്. താഴെ ഏവർക്കും നന്മയുടെ കേരള പിറവി ശംസകൾ ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വീണ്ടും വന്നിട്ടുണ്ട് കേരള പിറവി. അപ്പോൾ ഏവർക്കും നന്മയുടെ എന്നുള്ള സാധനം കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് നമ്മൾ അനേക ഫോണ്ട്, ഗൂഗിൾ ഫോണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് യൂണിക്കോഡിലോട്ടൊന്നും കൺവേർട്ട് ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്ക് താഴെ വരും. അപ്പോൾ നോക്കി, വീണ്ടും നന്മയുടെ എന്നുള്ള സാധനം അതിൻ്റെ മേളിലോട്ട് ഏവർക്കും നന്മയുടെ എന്നുള്ള സാധനം നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഫോണ്ടിൻ്റെ കളറൊക്കെ മാറ്റി വൈറ്റ് ആക്കി നമ്മൾ ജസ്റ്റ് നോക്കാനായിട്ട് ഓക്കെയാണ്. അപ്പോൾ ഏവർക്കും നന്മയുടെ എന്നുള്ള സാധനം 68 എന്നാൽ മണ്ടയ്ക്ക് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കേരളപ്പിറവി ആശംസകൾ എന്നുള്ള സാധനം കൂടാണ് വേണ്ടത്. കേരളപ്പിറവി എന്നുള്ളതും ഈ ആശംസകളും നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ ക്യാൻവയിൽ കൊണ്ടുവന്ന് ഇവിടെ ഇടാം. അതിനുശേഷം നമുക്ക് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സാധനം ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കേരളപ്പിറവി എന്നുള്ള സാധനം, അല്ലെങ്കിൽ കേരളപ്പിറവി ആശംസകൾ എന്നുള്ള ഇത് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. എന്നാൽ കുറച്ചുകൂടെ മികച്ചതാക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഗോൾഡൻ ഫോയിലൊക്കെ വെച്ച്, അല്ലെങ്കിൽ ഗോൾഡൻ കളറൊക്കെ വെച്ച് കേരളപ്പിറവി ആശംസകൾ എന്നുള്ള സാധനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സ്പേസിങ്ങിൻ്റെ സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് 2-3 കാര്യങ്ങളൊക്കെ അറിയാം. ഒരു കഥകളി വന്നു, കഥകളിയോടൊപ്പം തന്നെ നമുക്ക് കേരളം പോലുള്ള ഒരു ഇമേജസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. അപ്പം നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡിൻ്റെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉള്ള സമയമാണിത്. അപ്പം നമുക്ക് നോക്കാം. ഇങ്ങനെ സൈസൊക്കെ കൂട്ടി കേരളപ്പിറവി ആശംസകൾ എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാമേ. ഓക്കെ, ഇതിൻ്റെ കളർ ഞാനൊരു മഞ്ഞ കൊടുക്കുകയാണ്. മഞ്ഞ കൊടുത്ത് ആശംസകൾ കേരളവർക്കും നന്മയുടെ കേരളപ്പിറവി ആശംസകൾ. ട്രഡീഷണൽ സാധനം, സിമ്പിൾ സാധനം നമ്മൾ ചെയ്യാനായിട്ട് കേരളപ്പിറവി ആശംസകൾ. അപ്പം നമ്മുടെ ബ്രാൻഡിന് അടുത്ത വേണ്ടിയത് പ്രോഗ്രാഫ്സിൻ്റെ ഒരു ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് മേളിൽ കിടപ്പുണ്ട്, വേണമെങ്കിൽ കോപ്പി ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ ബ്രാൻഡിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ലോഡ് ഫയലിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടാണോ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കിടക്കുന്നത് അവിടുന്ന് നമുക്ക് കൃത്യമായിട്ട് എടുത്ത് ആഡ് ചെയ്ത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഇങ്ങോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ കമ്പനി, അല്ലെങ്കിൽ കമ്പനിയുടെ ലോഗോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ, അപ്പോൾ നമുക്ക് ലോഗോയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മളത് ഞാൻ മുതിരുന്നില്ല. അതിനുശേഷം എന്നാൽ ഒരു കാര്യം ചെയ്യപ്പെടുന്ന നേരെ ഇങ്ങോട്ട് ഗ്രോഗ്രാഫ്സിൻ്റെ ഇത് ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് താഴോട്ട് ഇടുന്നു. അപ്പോൾ നോക്കി, ഇവിടെ ഓട്ടോമാറ്റിക്കലി ഗ്രോഗ്രാഫ്സിൻ്റെ ഒരു കേരളപ്പിറവി ആശംസകൾ പോസ്റ്റാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ സിമ്പിളായിട്ടുള്ള പോസ്റ്റർ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇതുപോലെ ഒരു 3D വരുന്ന രീതിയിൽ എങ്ങനെയാണ് നമുക്കൊരു പോസ്റ്റർ അല്ലെങ്കിൽ ടെക്സ്റ്റിനെ മാറ്റുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു അഡീഷണൽ പോയിന്റ്. നമുക്ക് ഇതിൻ്റെ അകത്ത് താഴെ ആപ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഇപ്പം ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റ്. ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ടെക്സ്റ്റ് മേക്കർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഗോൾഡ്, 3D, കോമിക്ക് എന്നുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ഹൈനസ് എന്ന് പറയുന്ന സാധനം നോക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് മലയാള ഫോണ്ടുകൾ ഇതിൻ്റെ അകത്ത് കുറവാണ്. എന്നാലും ഈ ഒരു ഫോണ്ട് ഇച്ചിരി ഇതിനെക്കാട്ടി മികച്ചതായി നിൽക്കുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. കേരളപ്പിറവി, അതിന് പകരം ഇതിന് മാറിയിട്ട് ഫോണ്ട് മാറ്റി അനേക എന്നുള്ള ഒരുപാട് ഫോണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഉള്ള ഫോണ്ടുകൾ വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം അനേകമുള്ള ഫോണ്ട് ഉണ്ടോ എന്ന്. ഒരു അപ്ഡേറ്റ് വന്നു, കേരളപ്പിറവി സാധനം പറഞ്ഞു, ആഡ് ടു ഡിസൈൻ കൊടുത്തു. ആഡ് ടു ഡിസൈൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ട് ഈ സാധനം വന്നു. അപ്പോൾ നമുക്ക് ഓരോ 3D സാധനം കൂടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കേരളപ്പിറവി ആശംസകൾ. ഒന്നെങ്കിൽ നമുക്ക് മറ്റേ രീതിയിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ അതിന് ഇവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തന്നെ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കേരളപ്പിറവി പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.